നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏത്? വാനില, ഏലം, ജാതിക്ക, മഞ്ഞൾ. ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ളത് ജാതിക്കയിലാണ്. കീടങ്ങളെ നശിപ്പിക്കുന്നതിന് കഴിവുള്ള ഔഷധ സസ്യം ഏത്? തൊട്ടാവാടി, തുളസി, വേപ്പ്, മുളക്. കീടങ്ങളെ നശിപ്പിക്കുന്നതിന് കഴിവുള്ള ഔഷധ സസ്യമാണ് വേപ്പ്. പൂക്കളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? മൈക്കോളജി, പോമോളജി, ആന്തോളജി, സൈറ്റോളജി. പൂക്കളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ആന്തോളജി എന്നാണ്. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്, ഏലം, മഞ്ഞൾ, ഇഞ്ചി. മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. കരയിൽ ജീവിക്കുന്നവയിൽ ഏറ്റവും വിഷം കൂടിയ പാമ്പ് ഏത്? അണലി, മൂർഖൻ, രാജവെമ്പാല, ശംഖുവരയൻ. കരയിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പാണ് രാജവെമ്പാല. കടൽ കുതിരയുടെ മുട്ടകൾ വിരിയുന്നതിനു വേണ്ട സമയം എത്ര? 20 ദിവസം, 30 ദിവസം, 45 ദിവസം, 50 ദിവസം. 45 ദിവസമാണ്. ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി ഏത്? പാമ്പ്, സ്രാവ്, എലി, ആമ. ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിയാണ് സ്രാവ്. ഏറ്റവും നീളം കൂടിയ വിഷപ്പല്ലുകളുള്ള പാമ്പ് ഏത്? ശംഖുവരയൻ, അനാഗോണ്ട, പെരുമ്പാമ്പ്, അണലി. അണലിയാണ് ശരിയായ ഉത്തരം. വെള്ളമില്ലാതെ ഒട്ടകത്തിന് എത്ര ദിവസം കഴിയാൻ ആകും? 90 ദിവസം, 60 ദിവസം, 15 ദിവസം, 30 ദിവസം. വെള്ളമില്ലാതെ ഒട്ടകങ്ങൾക്ക് 30 ദിവസം വരെ കഴിയാനാകും. ശൈത്യകാലം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന ഒരു ജീവി ഏത്? തേള്, പാറ്റ, മുള്ളെലി, പൂച്ച. ശൈത്യകാലം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന ഒരു ജീവിയാണ് മുള്ളെലി. ഇണ ചേർന്നതിനു ശേഷം ഇണയെ കൊന്നു തിന്നുന്ന ജീവി ഏത്? ഞണ്ട്, തേള്, ഈച്ച, എട്ടുകാലി. ഇണ ചേർന്നതിനു ശേഷം ഇണയെ കൊന്നു തിന്നുന്ന ജീവിയാണ് എട്ടുകാലി. ഒരു എലിയുടെ ഗർഭകാലം എത്ര ദിവസമാണ്? 68 ദിവസം, 63 ദിവസം, 22 ദിവസം, 44 ദിവസം. ഒരു എലിയുടെ ഗർഭകാലം 22 ദിവസമാണ്. ആപത്ത് വരുമ്പോൾ തല ഉള്ളിൽ ഒതുക്കി ശരീരം ഗോളാകൃതിയിൽ ആക്കി ഉരുണ്ട് രക്ഷപ്പെടുന്ന മൃഗമേത്? മേഫ്ലൈ, ചെള്ള്, സ്ലോത്ത്, ഈനാമ്പേച്ചി. ഈനാമ്പേച്ചിയാണ്. ചീങ്കണ്ണി പാർക്ക് ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? മേഘാലയ, കേരളം, ചെന്നൈ, ഗോവ. ചീങ്കണ്ണി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഒരു കുതിരയുടെ പല്ലുകളുടെ എണ്ണം എത്ര? 43, 40, 18, 15. ഒരു കുതിരയ്ക്ക് 40 പല്ലുകളാണുള്ളത്. മത്സ്യ എണ്ണകളിൽ നിന്നും ധാരാളം ലഭിക്കുന്ന ജീവകം ഏത്? ജീവകം കെ, ജീവകം സി, ജീവകം ഡി, ജീവകം ബി. മത്സ്യ എണ്ണകളിൽ നിന്നും ധാരാളം ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജലജീവി ഏത്? ഞണ്ട്, കടൽപ്പാമ്പ്, തവള, മത്സ്യം. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജലജീവിയാണ് മത്സ്യം. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ബേബി ആര്? നന്ദിത, മഹിമ, ഇന്ദിര, ദുർഗ. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ്
ടെസ്റ്റ് ട്യൂബ് ബേബിയാണ് ദുർഗ. പ്രോട്ടീനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏത്? മഗ്നീഷ്യം, സോഡിയം, സൾഫർ, നൈട്രജൻ. പ്രോട്ടീനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. ഏത് രോഗത്തിനെതിരെയാണ് BCG കുത്തിവയ്പ്പ് നടത്തുന്നത്? വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ, ക്ഷയം. BCG കുത്തിവയ്പ്പ് ക്ഷയം തടയുന്നതിന് വേണ്ടിയാണ്. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു ഏത്? കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം. ഇവയൊന്നുമല്ല. കാൽസ്യം ഓക്സലേറ്റ് കാരണമാണ്. പുഷ്പാലങ്കാര കലയ്ക്ക് പേരുകേട്ട രാജ്യം ഏത്? ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, റഷ്യ. പുഷ്പാലങ്കാര കലയ്ക്ക് പേരുകേട്ട രാജ്യമാണ് ജപ്പാൻ. ഇംഗ്ലണ്ടിൽ കാണപ്പെടുന്ന ഒരേ ഒരു വിഷപ്പാമ്പ് ഏത്? സൺഫിഷു, ആഡർ, സ്പെർമാസ്, പിരാണ. ഇംഗ്ലണ്ടിൽ കാണപ്പെടുന്ന ഒരേ ഒരു വിഷപ്പാമ്പാണ് ആഡർ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അരിസ്റ്റോട്ടിൽ, ലൂയി പാസ്ചർ, ചാൾസ് ഡാർവിൻ, ഗലീലിയോ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? കഴുകൻ, കാക്ക, കുയിൽ, മൂങ്ങ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കഴുകൻ. ശ്രീരാമ ലക്ഷ്മണന്മാർ ജലസമാധി ആയ നദി ഏത്? സിന്ധു, സരയു, ഗംഗ, ബ്രഹ്മപുത്ര. സരയൂ നദിയിലാണ്. ബംഗാളിൻ്റെ ദേശീയ ദിനമായി ആചരിക്കുന്ന ഉത്സവമേത്? ദുർഗാപൂജ, ദസറ, ജന്മാഷ്ടമി, ദീപാവലി. ദുർഗാപൂജയാണ്. ശ്രീരാമകൃഷ്ണൻ്റെ ആരാധനാമൂർത്തി ആര്? സരസ്വതി, ഗണപതി, ശിവൻ, ശ്രീ ഭദ്രകാളി. ശ്രീരാമകൃഷ്ണൻ്റെ ആരാധനാമൂർത്തിയാണ് ശ്രീ ഭദ്രകാളി. വീണ, തമ്പുരു എന്നിങ്ങനെയുള്ള സംഗീതോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏത്? പ്ലാവ്, മാവ്, തേക്ക്, ഈട്ടി. പ്ലാവാണ് ഉപയോഗിക്കുന്നത്. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹരിയാന, ബംഗാൾ, ആസാം, ഒറീസ. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം എവിടെ? വിജയ് ഘട്ട്, ശാന്തിവനം, വീർഭൂമി, രാജ്ഘട്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ശാന്തിവനമാണ്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? 1906, 1903, 1910, 1912. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത് 1906 ജയ് ഹിന്ദ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാര്? മഹാത്മാഗാന്ധി, രാജേന്ദ്ര പ്രസാദ്, രവീന്ദ്രനാഥ ടാഗോർ, ജവഹർലാൽ നെഹ്റു. രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ആര്? ചിയാൻസു, ഫാഹിയാൻ, ഹുയാൻ സിംഗ്. ഇവരാരുമല്ല. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ഭഗവത്ഗീതയുടെ കർത്താവ് ആര്? ഇൽത്തുമിഷ്, തേജപാലൻ, കണാദൻ, വേദവ്യാസൻ. ഭഗവത്ഗീതയുടെ കർത്താവ് വേദവ്യാസനാണ്. നാഗാർജുന സാഗർ ഡാം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിന്ധു നദി, പെരിയാർ, കാവേരി, കൃഷ്ണ നദി. കൃഷ്ണ നദിയിൽ.
നമ്മുടെ ഭരണഘടനയിൽ എത്ര ഭാഷകൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്? 10, 15, 18, 20. 18 ഭാഷകൾ. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ഏത് സംസ്ഥാനത്തിനാണ്? തമിഴ്നാട്, ബീഹാർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നാഗാലാൻഡിലെ ഭൂരിപക്ഷം ജനങ്ങളും ഏത് മതവിഭാഗത്തിൽപ്പെടുന്നു? ബുദ്ധമതം, ക്രിസ്തുമതം, ഹിന്ദുമതം, ജൈനമതം. ക്രിസ്തുമതത്തിലാണ്. ഗുരുനാനാക്ക് തെർമൽ പവർ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഒറീസ, പഞ്ചാബ്, ഗുജറാത്ത്, തമിഴ്നാട്. ഗുരുനാനാക്ക് തെർമൽ പവർ നിലയം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെ? നാഗ്പൂർ, അലഹബാദ്, ഷിലോങ്, ന്യൂഡൽഹി. വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. വാഹന നിർമ്മാണ വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത്? കോയാലി, കളമശ്ശേരി, പർവജ, ജബൽപൂർ. പർവജയാണ്. ലോകോത്തര റെയിൽവേകളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്? 5-ാം സ്ഥാനം, 3-ാം സ്ഥാനം, 4, 1-ാം സ്ഥാനം. 3-ാം സ്ഥാനമാണ്. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി ആരായിരുന്നു? വി ഗിരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, നീലം സഞ്ജി റെഡ്ഡി, ആർ വെങ്കിട്ടരാമൻ. ആർ വെങ്കിട്ടരാമനായിരുന്നു. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തിൻ്റെയായിരുന്നു? കാനഡ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ജർമ്മനി. ഓസ്ട്രേലിയയിൽ നിന്നായിരുന്നു. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഗവർണർ, പ്രസിഡന്റ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷം, 10 വർഷം, 15 വർഷം. കാലാവധി ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. വിദ്യാഭ്യാസം എന്നത് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. ഇവയൊന്നുമല്ല. വിദ്യാഭ്യാസം എന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു. പുരുഷൻ്റെ നാവിട്ട് ചലിപ്പിച്ചാൽ വികാരം കൂടുന്ന സ്ത്രീഭാഗം ഏത്? യോനി, മലദ്വാരം, നാക്ക്, സ്തനം. യോനിയാണ് ശരിയായ ഉത്തരം.